ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം തേർഡ് സെം ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ്, ടെക്നിക്കൽ അനാലിസിസ്. ഈ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഓൾറെഡി ഫണ്ടമെന്റൽ അനാലിസിസ് പഠിച്ചതാണ്. അപ്പൊ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പാസ്റ്റ് ഡാറ്റ വെച്ചിട്ട് അല്ലെങ്കിൽ പാസ്റ്റ് പ്രൈസിന്റെ ഒരു ട്രെൻഡ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഫ്യൂച്ചർ പ്രൈസിന് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു കോർ ഐഡിയ എന്ന് പറയുന്നത് യൂഷ്വലി പ്രൈസസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യും, ഒരു പീരീഡ് റെഗുലർലി റിപ്പീറ്റ് ചെയ്ത് വരും എന്നുള്ള ഒരു കോർ കോൺസെപ്റ്റിന്റെ പുറത്ത് വന്നിട്ടുള്ളതാണ് ടെക്നിക്കൽ അനാലിസിസ്. അപ്പോൾ മാർക്കറ്റില് പ്രൈസിന്റെ ആ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഷെയർ പ്രൈസസിന്റെ ആ ഒരു മൂവ്മെന്റിനെ ട്രെൻഡ് എന്നാണ് പറയാം. പ്രൈസ് മൂവ്മെന്റ്സിനെ ട്രെൻഡ് എന്നാണ് പറയാം. അപ്പോൾ രണ്ട് ടൈപ്പ് ട്രെൻഡാണുള്ളത്, അപ്വേർഡ് ട്രെൻഡും അതുപോലെ തന്നെ ഡൗൺവേർഡ് ട്രെൻഡും. അപ്വേർഡ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് റൈസ് ചെയ്യുന്നതിനെയാണ് അപ്വേർഡ് ട്രെൻഡ് പറയാം, അല്ലെങ്കിൽ റൈസിങ് ട്രെൻഡ് എന്ന് പറയുന്നത്. ദെൻ പ്രൈസ് ഫോളോ ചെയ്യുന്നതിന്, പ്രൈസ് കുറയുന്നതിനെയാണ് ഡൗൺവേർഡ് ട്രെൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോളോയിങ് ട്രെൻഡ്. അപ്പോൾ ഇങ്ങനെയുള്ള അപ്വേർഡ് ട്രെൻഡുള്ള മാർക്കറ്റിനെ ബുൾ മാർക്കറ്റ് എന്നും ഡൗൺവേർഡ് ട്രെൻഡുള്ള മാർക്കറ്റിനെ ബിയർ മാർക്കറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രെൻഡിന്റെ യൂഷ്വൽ ട്രെൻഡ് ഓപ്പോസിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് അപ്വേർഡ് ട്രെൻഡ് ആണ്, അതിന് പകരം അത് ഡൗൺവേർഡ് ആയി ഫോളോ ചെയ്തു എന്നുണ്ടെങ്കിൽ അതിനെയാണ് ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രൈസ് ചാർട്ട്സുകളാണ്. പ്രൈസ് ചാർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ അനലിസ്റ്റ് ഒരു പാറ്റേൺ കണ്ടെത്താൻ വേണ്ടിയിട്ട്, പ്രൈസിന്റെ പാറ്റേൺ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനാണ് പ്രൈസ് ചാർട്ട് എന്ന് പറയുന്നത്. അതിൽ മൂന്നെണ്ണമാണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ലൈൻ ചാർട്ട്, ബാർ ചാർട്ട് ആൻഡ് ജപ്പാനീസ് കാൻഡിൽ സ്റ്റിക് ചാർട്ട്. ലൈൻ ചാർട്ടാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്. അതായത് എക്സ് ആക്സിസിൽ ഡേയ്സും വൈ ആക്സിസിൽ പ്രൈസും, ക്ലോസിംഗ് പ്രൈസ് മാത്രമേ അതിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. ഓരോ ദിവസത്തെയും ക്ലോസിംഗ് പ്രൈസ് റെക്കോർഡ് ചെയ്യുന്നു, അത് വെച്ചിട്ട് ഒരു സിമ്പിൾ ലൈൻ ഗ്രാഫ് വരയ്ക്കും. ദെൻ ബാർ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബാറിന്റെ ഫോമില് അതിൽ ഓരോ ദിവസത്തെയും ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും ഹയസ്റ്റ് പ്രൈസും ലോവസ്റ്റ് പ്രൈസും റെക്കോർഡ് ചെയ്യും. ആ ബാറിന്റെ ഏറ്റവും മുകളിലെ ഹയസ്റ്റ് പ്രൈസും ഏറ്റവും താഴെ ലോവസ്റ്റ് പ്രൈസും, ദെൻ നടുവിലായിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയ ഹൊറിസോണ്ടൽ ലൈൻ കൊടുത്തിട്ട് ഒരു ഹാഷ് കൊടുത്തിട്ട് അവിടെ ഓപ്പണിംഗ് പ്രൈസും ലെഫ്റ്റ് സൈഡിലേക്ക് അതുപോലെ കൊടുത്തിട്ട് അവിടെ ക്ലോസിംഗ് പ്രൈസുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി അതുപോലെ വരുന്നതാണ് ജപ്പാനീസ് കാൻഡിൽ സ്റ്റിക് ചാർട്ട്. ഇതിലും ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും ഹയസ്റ്റ് പ്രൈസും ലോവസ്റ്റ് പ്രൈസും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയസ്റ്റും ലോവസ്റ്റും നേരത്തെ പറഞ്ഞ പോലെ ടോപ്പിലും താഴെയായിട്ട് കൊടുക്കും ആ ഒരു കാൻഡിൽ സ്റ്റിക്കിന്റെ. ദെൻ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒരു റെക്ടാങ്കുലർ ഷേപ്പിലാക്കിയിട്ടാണ് കൊടുക്കുന്നത് അതിന്റെ ഇടയിലായിട്ട്. പിന്നെ ഒരു ദിവസം ഓപ്പണിംഗ് പ്രൈസിനേക്കാളും കൂടുതലാണ് ക്ലോസിംഗ് പ്രൈസ് എന്നുണ്ടെങ്കിൽ അതിനെ വൈറ്റ് കാൻഡിൽ സ്റ്റിക്ക് എന്നും, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഓപ്പണിംഗ് പ്രൈസ് കൂടുതലും ക്ലോസിംഗ് പ്രൈസ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനെ ബ്ലാക്ക് കാൻഡിൽ സ്റ്റിക്സും ആയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ചാർട്ട് പാറ്റേൺസ്. മെയിൻ ആയിട്ട് 3 ചാർട്ട് പാറ്റേൺസ് ആണുള്ളത്: സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, റിവേഴ്സൽ പാറ്റേൺസ്, അതുപോലെ തന്നെ കണ്ടിന്യൂഷൻ പാറ്റേൺസ്. സപ്പോർട്ട്സ് ആൻഡ് റെസിസ്റ്റൻസ് അത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾറെഡി ഉള്ള പ്രൈസ് ഒന്ന് താഴെ വന്നു, ദെൻ ആ സെയിം ലെവലിലേക്ക് തന്നെ മുകളിലോട്ട് വീണ്ടും പോയി. ആ ഒരു പാറ്റേണിനെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൈസ് ഒരു സ്പെസിഫിക് ലെവൽ വരെ താഴെ വന്നിട്ട് ദെൻ തിരിച്ച് മുകളിലോട്ട് അതേപോലെ പോയി, അവിടെയാണ് സപ്പോർട്ട്. ആ താഴെ വരുന്നതിനാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പ്രൈസ് താഴത്തുനിന്ന് മുകളിലോട്ട് കൂടിപ്പോയി ഒരു സ്പെസിഫിക് ലെവൽ വരെ പോകണം, അതിന്റെ മുകളിലോട്ട് പോകണം അവിടെ, അതാണ് ആ ഒരു ലെവലാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് റിവേഴ്സൽ പാറ്റേൺ. ട്രെൻഡ് റിവേഴ്സൽ കാണിക്കുന്നതാണ് റിവേഴ്സൽ പാറ്റേൺ. അതിൽ 2 എണ്ണം വരുന്നുണ്ട്. ഒന്ന് ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷനും അതുപോലെ തന്നെ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷനും. ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു മനുഷ്യന്റെ ഹെഡും ഷോൾഡറും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കാണിക്കുന്നത്. ആദ്യം കാണിക്കുന്ന പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് ഒരു ലെഫ്റ്റ് ഷോൾഡർ ആയിട്ടും, ദെൻ വീണ്ടും ഹയസ്റ്റ് രീതിയിൽ റൈസ് ചെയ്യുന്നത് ഹെഡ് ആയിട്ടും, ദെൻ വീണ്ടും വരുന്നത് റൈറ്റ് ഷോൾഡർ ആയിട്ടാണ് കാണിക്കുന്നത്. യൂഷ്വലി ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷൻ വരുന്നത്
ഒരു കുറെ കാലമായിട്ട് അപ് ട്രെൻഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എൻഡിലാണ് നമുക്ക് ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷൻ കാണാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷൻ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ നേരത്തെ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ച താഴത്തോട്ടാക്കി എങ്ങനെയുണ്ട്, അതാണ് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്നത്. ഒരു പ്രോങ്ലോഡ് കുറച്ചധികം നാളായിട്ട് ഡൗൺവേർഡ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എൻഡിലാണ് നമുക്ക് ഈ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ട്രെൻഡ് പാറ്റേൺ കാണാനായിട്ട് പറ്റും. ദെൻ അടുത്തതാണ് കണ്ടിന്യൂഷൻ പാറ്റേൺ. കണ്ടിന്യൂഷൻ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ എന്താണ്, ഒരു ട്രെൻഡിന്റെ ഇടയിൽ ആ ഒരു പ്രൈസ് ഒരു പോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ when the price takes a temporary pause before resuming the prevailing trend, ഓൾറെഡി ഉള്ള ട്രെൻഡ് റെസ്യൂം ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ ഒരു പ്രൈസ് പോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതാണ് കണ്ടിന്യൂഷൻ ട്രെൻഡ് ആയിട്ട് പറയുന്നത്. ഇതിൽ കണ്ടിന്യൂഷൻ ട്രെൻഡിൽ തന്നെ 3 എണ്ണം വരുന്നുണ്ട്: ഫ്ലാഗ്സ്, ട്രയാങ്കിൾസ്, അതുപോലെ തന്നെ പെൻഡൻസ്. ഫ്ലാഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാരലലോഗ്രാം പോലെയാണ്, അതായത് 2 ട്രെൻഡ് ലൈന് പാരലായിട്ട് പോകാം. ദെൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിസെൻഡിങ് ഹൈസും അതുപോലെ തന്നെ അസെൻഡിങ് ലോസും ആണുള്ളത്. ലോസ് മുകളിലോട്ട് അസെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ഹൈസ് താഴോട്ട് ഡിസെൻഡ് ചെയ്യാം. ദെൻ പെന്നൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പോലെയാണ് കാണാനായിട്ട്. ഒരു സ്ട്രോങ് പ്രൈസ് മൂവ്മെന്റിന്റെ അവസാനമാണ് ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇത്രയാണ് അപ്പോൾ ചാർട്ട് പാറ്റേൺസ്. ദെൻ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് 2 തിയറീസും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ഒക്കെയാണ്. അതിൽ പറയുന്ന ഫസ്റ്റ് തിയറിയാണ് ഡൗ തിയറി. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതും ഏറ്റവും പഴയതുമായിട്ടുള്ള ഓൾഡസ്റ്റ് ആയിട്ടുള്ള തിയറി ഡൗ തിയറിയാണ്. ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ചാൾസ് എച്ച് ഡൗ എന്ന് പറയുന്ന ആളാണ്. വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ ഫൗണ്ടർ ആണ് അദ്ദേഹം. അപ്പൊ ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസസ് ട്രെൻഡിൽ മൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ട്രെൻഡ് ഇൻവെസ്റ്റേഴ്സിന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്ഫുൾ ആവുക എന്നുള്ളതാണ് ഡൗ തിയറിയിൽ പറയുന്നത്. അപ്പൊ ഡൗ തിയറിക്ക് 3 പ്രിൻസിപ്പിൾസ് ഉണ്ട് മെയിൻ ആയിട്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്ട് സൈക്ലിക്കൽ ട്രെൻഡ്. ഡൗ തിയറിയിൽ പറയുന്നത് അവിടെ ഒരു സൈക്ലിക്കൽ ട്രെൻഡ് ഉണ്ട്, 3 മൂവ്മെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒരു മേജർ മൂവ്മെന്റ്, പ്രൈമറി മൂവ്മെന്റ്, സെക്കൻഡറി മൂവ്മെന്റ്, അതുപോലെ തന്നെ മൈനർ മൂവ്മെന്റ്. ഇങ്ങനെ 3 മൂവ്മെന്റ് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ആ പ്രൈമറി മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം മൂവ്മെന്റ് ആണ്, അതായത് കുറെ കാലങ്ങളായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന, കുറെ വർഷങ്ങളായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന മൂവ്മെന്റ് ആണ് പ്രൈമറി മൂവ്മെന്റ്. ഇപ്പോ ബുൾ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്വേർഡ് ട്രെൻഡ് ആയിരിക്കും, ബിയർ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡൗൺവേർഡ് ട്രെൻഡ് ആയിരിക്കും. ഇനി സെക്കൻഡറി മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേം കറക്ഷൻ ആണ്. ഈ പ്രൈമറി ട്രെൻഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഷോർട്ട് ടേം കറക്ഷൻസ് ആണ് സെക്കൻഡറി മൂവ്മെന്റ് എന്ന് പറയുന്നത്. അത് കുറച്ച് ആഴ്ചകളോ മാസങ്ങളെ നീണ്ടു നിൽക്കുള്ളൂ. ദെൻ മൈനർ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടു ഡേ വരുന്ന പ്രൈസിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് ആണ് മൈനർ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കുള്ളൂ. ഇതാണ് ഡോ തിയറിയിൽ പറയുന്ന 3 മെയിൻ മൂവ്മെന്റ്സ്. അതിന്റെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നതാണ് ഫേസസ് ഓഫ് മാർക്കറ്റ് മൂവ്മെന്റ്. മാർക്കറ്റ് മൂവ്മെന്റിന് മെയിൻ ആയിട്ട് 2 ഫേസ് ആണ് ഉള്ളത്. ഒന്ന് അപ്വേർഡ് ട്രെൻഡ് ബുൾ മാർക്കറ്റില്, അതുപോലെ തന്നെ ഡൗൺവേർഡ് ട്രെൻഡ് ബിയർ മാർക്കറ്റില്. അപ്വേർഡ് ട്രെൻഡ് അല്ലെങ്കിൽ ബുൾ മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഓപ്റ്റിമിസ്റ്റിക് ആണ്, അതുപോലെ തന്നെ പ്രൈസസ് റൈസ് ചെയ്യാണ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പ്രൈസ് കൂടും എന്നുള്ളത് ഭയങ്കര കോൺഫിഡന്റ് ആണ്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡൗൺവേർഡ് ട്രെൻഡ് അല്ലെങ്കിൽ ബിയർ മാർക്കറ്റിൽ വരുന്നത്. പ്രൈസ് കുറയാണ്, ഫോളിംഗ് ആണ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പെസിമിസ്റ്റിക് ആണ്, നെഗറ്റീവ് മൈൻഡ് ആണ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനൊന്നും കോൺഫിഡൻസ് ഇല്ല. ഇനി ഡൗ തിയറിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഡൗ തിയറി ഇൻവെസ്റ്റേഴ്സിനെ മാർക്കറ്റിലുള്ള മേജർ ട്രെൻഡ് മനസ്സിലാക്കാനും കണ്ടെത്താനും, അതുപോലെ തന്നെ ഷെയർസ് വാങ്ങിക്കണോ വിൽക്കണോ ഹോൾഡ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അപ്വേർഡ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഷെയർസ് എന്ത് ചെയ്യാം, വാങ്ങിക്കാം. ഡൗൺവേർഡ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഹോൾഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വിൽക്കാം. ഇത്രയാണ് ഡൗ തിയറിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് എലിയട്ട് വേവ് തിയറി. എലിയട്ട് വേവ് തിയറി ഡെവലപ്പ് ചെയ്തത് റാൾഫ് നെൽസൺ എലിയട്ട് 1934 ഡെവലപ്പ് ചെയ്തതാണ്. ഇദ്ദേഹം പറയുന്നത് പ്രൈസ് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഒരു വേവ് പോലെ, വേവ് ലൈക്ക് പാറ്റേൺ ആയിട്ട് മൂവ് ചെയ്യുന്നുള്ളതാണ് എലിയട്ട് വേവ് തിയറിയിൽ ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇയാളെ ഈ ഒരു തിയറി പ്രകാരം
പ്രൈസ് മൂവ്മെന്റ്സിന് രണ്ട് ടൈപ്പ് വേവ് ആണ് ഉള്ളത്. ഒന്ന് ഇമ്പൾസ് വേവ്സ് അല്ലെങ്കിൽ മോട്ടീവ് വേവ്സ് എന്ന് പറയും. രണ്ടാമത്തത് കറക്റ്റീവ് വേവ്സ്. ഇമ്പൾസ് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ട്രെൻഡിന്റെ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് പോവുക. അതിന് 5 എന്താ പറയാ സ്മോളർ വേവ്സ് ഉണ്ടാവും. 1 to 5 എന്ന് നമ്പർ ചെയ്തിട്ടുള്ള 5 സ്മോളർ വേവ്സ് ഉണ്ടാവും. ഈ സ്മോളർ വേവ്സ് റൈസിംഗ് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഇതിലെ 1, 3, 5 അപ്വേർഡിലോട്ടാണ് വരിക. എന്നാൽ ബിയർ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഈ 1, 3, 5 എന്ന് പറയുന്നത് താഴോട്ടാണ് വരിക. ദെൻ കറക്റ്റീവ് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റീവ് വേവ്സ് മെയിൻ ട്രെൻഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. ഇതിൽ ABC എന്ന് പറയുന്ന 3 വേവ്സ് ആണ് ഉള്ളത്. അപ്പോൾ എന്താണ് എലിയറ്റ് വേവ് തിയറി പ്രകാരം എലിയറ്റ് പ്രൊപ്പോസ് ചെയ്യുന്നത് ജനങ്ങളുടെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ബിഹേവിയേഴ്സും അതുപോലെ തന്നെ അവരുടെ ഒരു മെന്റൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളതാണ്. അതുപോലെ ഇതും സൈക്ലിക് ആയിട്ട് വേവ്സ് മൂവ് ചെയ്യും, പ്രൈസും വേവ്സിനെ പോലെ മൂവ് ചെയ്യും എന്നുള്ളതാണ് ഇദ്ദേഹം പ്രൊപ്പോസ് ചെയ്തത്. ഇനി ഇതിൽ നമുക്ക് മൂന്നാമതായിട്ട് നോക്കാനുള്ളത് ടെക്നിക്കൽ ട്രേഡിംഗ് റൂൾസും അതുപോലെ തന്നെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സും ആണ്. മെയിൻ ആയിട്ട് 3 ഇൻഡിക്കേറ്റേഴ്സ് ആണ് നോക്കാനുള്ളത്. അപ്പോ ഇതിൽ വരുന്ന ഫസ്റ്റത്തെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ആണ് മൂവിങ് ആവറേജ്. മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെയിലി പ്രൈസ് ഫ്ലക്ച്വേഷൻസിനെ സ്മൂത്തൻ ചെയ്തിട്ട് ആ മാർക്കറ്റ് ട്രെൻഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മൂവിങ് ആവറേജ്. ഇതിൽ തന്നെ സിമ്പിൾ മൂവിങ് ആവറേജ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ഉണ്ട്. സിമ്പിൾ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് ഡേയ്സിലെ ആവറേജ് പ്രൈസ് ആണ് കാണിക്കുന്നത്. എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ടുള്ള പ്രൈസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ആവറേജിനെക്കാളും ഹയർ ആണ് പ്രൈസ് എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഷെയർസ് വാങ്ങിക്കാം, അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഷെയർസ് വിൽക്കാം. ഇനി രണ്ടാമത്തെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് പറയുന്നതാണ് ഓസിലേറ്റേഴ്സ്. ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓവർ ബോട്ട് ആയിട്ട് ഇല്ല, അതുപോലെ തന്നെ ഓവർ സോൾഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് കണ്ടുപിടിക്കാനുള്ളതാണ് ഓസിലേറ്റേഴ്സ്. ഇപ്പൊ അതിൽ വരുന്ന രണ്ടെണ്ണം, ഒന്ന് RSI അതുപോലെ തന്നെ MACD. RSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. ഇറ്റ് ഷോസ് വെൻ എ സ്റ്റോക്ക് ഇസ് ഓവർ ബോട്ട്, അതായത് ഒരു സ്റ്റോക്ക് എബോവ് 70ന്റെ മുകളിൽ എപ്പോഴാണ് വാങ്ങിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് ബിലോ 30ന്റെ താഴെ എപ്പോഴാണ് വിറ്റിട്ടുള്ളത്, അങ്ങനെയുള്ള കണ്ടീഷൻസ് കണ്ടെത്താനുള്ളതാണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. അതുപോലെ തന്നെ മൂവിങ് ആവറേജ് കൺവേർജൻസ് ഡൈവേർജൻസ് പറയുന്നത് രണ്ട് മൂവിങ് ആവറേജസിന്റെ റിലേഷൻഷിപ്പ് കണ്ടെത്താൻ, അതിന്റെ മൊമെന്റം കണ്ടെത്താനുള്ളതാണ് MACD. ദെൻ തേർഡ് വൺ ആണ് മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സ്. അതിൽ വരുന്ന ഫസ്റ്റ് വൺ ബ്രെഡ്ത്ത് ഓഫ് ദ മാർക്കറ്റ്, അതായത് മാർക്കറ്റിൽ എത്രത്തോളം ഷെയർസ് അഡ്വാൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എത്രത്തോളം ഷെയർസ് ഡിക്ലൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ബ്രെഡ്ത്ത് ഓഫ് മാർക്കറ്റിൽ പറയുന്നത്. ദെൻ വോളിയം ഇൻഡിക്കേറ്റേഴ്സ്. വോളിയം ഇൻഡിക്കേറ്റേഴ്സിൽ പറയുന്നത് എത്രത്തോളം ഷെയർസ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഹൈ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ട്രോങ് ട്രെൻഡ് ആണ് സൂചിപ്പിക്കുന്നത്. ദെൻ സെന്റിമെന്റ് ഇൻഡിക്കേറ്റേഴ്സ്, അത് ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു ജനറൽ മൂഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഒപ്റ്റിമിസ്റ്റിക് ആണോ പെസിമിസ്റ്റിക് ആണോ എന്നുള്ളത്. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ നോക്കാനുള്ളതാണ് EMH, എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ്. ഇത് ഡെവലപ്പ് ചെയ്തത് യുഗ്നെ ഫാമ എന്ന് പറയുന്ന ഒരു ടെക്നീഷ്യൻ ആണ്. അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത് സ്റ്റോക്ക് പ്രൈസസ് ഫുള്ളി ആയിട്ടും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓൾറെഡി ആ പ്രൈസസ് ഒക്കെ അത് എല്ലാ ഇൻഫോർമേഷൻസും റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫണ്ടമെന്റൽ അനാലിസിസ് കൊണ്ടോ ടെക്നിക്കൽ അനാലിസിസ് കൊണ്ടോ ഒരു ഇൻവെസ്റ്റർക്കും ആർക്കും ഒരു പരിധിയിൽ കൂടുതൽ ഏൺ ചെയ്യാനോ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടോ പറ്റില്ല എന്നുള്ളതാണ് എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് വഴി ഇദ്ദേഹം പറയുന്നത്. അപ്പോ ഇതിന്റെ മെയിൻ രണ്ട് ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന്, സ്റ്റോക്ക് പ്രൈസസിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് റാൻഡ് ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. അതുപോലെ തന്നെ പ്രൈസസ് ഒക്കെ അപ്പൊ തന്നെ പുതിയ ഇൻഫോർമേഷൻസ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പഴയ ഡാറ്റ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റയോ പബ്ലിക് ഇൻഫോർമേഷനോ ഫ്യൂച്ചർ മൂവ്മെന്റ്സ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആകില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ വരുന്ന 3 എഫിഷ്യൻസീസ് ഉണ്ട്. മാർക്കറ്റ് എഫിഷ്യൻസീസിനെ 3ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഒന്ന് വീക്ക് ഫോം എഫിഷ്യൻസി, രണ്ടാമത് സെമി സ്ട്രോങ് എഫിഷ്യൻസി, മൂന്നാമത്തത് സ്ട്രോങ് ഫോം എഫിഷ്യൻസി. വീക്ക് ഫോം എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിൽ ഓൾറെഡി എല്ലാ പാസ്റ്റ് ഇൻഫോർമേഷൻസും ഹിസ്റ്റോറിക്കൽ പ്രൈസും വോളിയും ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ അനാലിസിസിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ട് നമുക്കൊരു
അബ്നോർമൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. സെമി സ്ട്രോങ് എഫിഷ്യൻസിയിൽ പറയുന്നത് പ്രൈസസിൽ ഓൾറെഡി എല്ലാ പബ്ലിക് ഇൻഫോർമേഷൻസും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ അനാലിസിസ് വഴിയും നമുക്കൊരു എബോവ് ആവറേജ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ദെൻ സ്ട്രോങ് ഫോം എഫിഷ്യൻസിയിൽ പറയുന്നത് എല്ലാ പബ്ലിക് പ്രൈവറ്റ് ഇൻഫോർമേഷൻസും ഇൻസൈഡർ ഇൻഫോർമേഷൻസും ഒക്കെ ഇതിൽ പ്രൈസിൽ അഡ്ജസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഈവൻ ഇൻസൈഡേഴ്സിന് പോലും ഒരു ഹയർ റിട്ടേൺസ് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറിയിൽ ഇംപ്ലൈ ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിനെ എപ്പോഴും ബെസ്റ്റ് പോർട്ട്ഫോളിയോ മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞത്. നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത് ഡൗ തിയറി, എലിയട്ട് വേവ് തിയറി, ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് ആണ്. സോ ഇത്രയുള്ള ഒരു ചാപ്റ്റർ. താങ്ക് യു.